ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നല്ലൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞെടുക്കണം, കുറച്ച് തക്കാളി അരിഞ്ഞെടുക്കണം, പച്ചമുളക്. ഞങ്ങളിങ്ങനെ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഇങ്ങനെ മിക്സ് ആക്കി വെക്കും. പിന്നെ കുറച്ച് ഇത് ഇഞ്ചി ചതച്ചത്, മുട്ട, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ. അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി പാകത്തിന് ഒരളവിന് ഇട്ട് കൊടുക്കുക. ഇത് കറക്റ്റ് അളവൊന്നും ഞങ്ങൾ പറയുന്നില്ലേ, ഞങ്ങളിങ്ങനെ ഇത്ര ഉള്ളിക്ക് ഉള്ളത് രണ്ടും ഇടുന്നത്. കുറച്ച് ഉപ്പ്. ഇത് കണ്ടോ, നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യം എണ്ണ പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഉപ്പിട്ട് ഇളക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മിക്സാക്കി വെച്ച തക്കാളി, ഉള്ളിയും പച്ചമുളകും കൂടെ അതിലേക്കിടും. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെയെല്ലാം നമ്മൾ ഇളക്കി വെച്ചതിന് ശേഷം പിന്നെയാണ് ഞങ്ങൾ ചിക്കൻ മസാല ഇടുക. ഇത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിനാണ്. നിങ്ങളൊക്കെ ചിക്കൻ മസാല ഇടുമോ? ഞങ്ങളിത് ഇടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടും. ഇത് കണ്ടോ, ഇപ്പം തന്നെ നല്ലൊരു കളർ അയച്ചിട്ടുണ്ട് ഇത് കാണാൻ. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുവാണ് നമ്മൾ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. എല്ലാം ഇട്ട് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് ഇത് വേവിക്കാൻ വെക്കണം. ഉള്ളിയും തക്കാളിയും നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് പിന്നെ അതിലേക്ക് മുട്ട ഇടാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ ഗൈസ്, ഇതിപ്പോൾ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നല്ലോണം വഴന്ന് വന്നതിന് ശേഷമേ ഇതിൽ നമ്മൾ മുട്ട ഇടുള്ളൂ, എന്നാലാണ് അതിൻ്റെ രുചി വരുള്ളൂ. അല്ലെങ്കിൽ ഒരു പച്ച ചുവയായിരിക്കും, ഉള്ളിയുടെയും തക്കാളിയുടെയും ഒരു പച്ച ചുവ ഉണ്ടാവും. നമ്മൾ പകുതി വേവായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഉള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണൊരു വെറൈറ്റി മുട്ട റോസ്റ്റ്. ഇപ്പോൾ നമ്മൾ എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും വഴറ്റിയതെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ച് കുറച്ച് നേരം അടച്ച് വെക്കാം. ഇപ്പോൾ ഇത് നല്ലതായി കണ്ടില്ലേ, നല്ല ടേസ്റ്റി എഗ് റോസ്റ്റാണിത്. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല, വേറെ രീതിയിലാണ്. ടേസ്റ്റി മുട്ട റോസ്റ്റ്. ഇത് ഞങ്ങളുടെ താത്തമ്മയാട്ടോ ഉണ്ടാക്കിയത്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നന്നായെങ്കിൽ പറയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ മുട്ടക്കറി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് ഞങ്ങളോട് പറയണം കേട്ടോ. ബൈ.